വഖഫ് നിയമത്തിന്റെ പേരിൽ ബംഗ്ലാദേശിലെ മുർഷിദാബാദിലെ ആക്രമണത്തെക്കുറിച്ചുള്ള ബംഗ്ലാദേശിന്റെ പരാമർശത്തെ നിഷ്കർണം തള്ളി ഇന്ത്യ. ആദ്യം സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കിയിട്ട് വേണം മറ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ച് സംസാരിച്ചാൽ മതി എന്ന താക്കീതാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ 3 പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർ പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണത്തിൽ ദുരിതം അനുഭവിക്കുന്ന ന്യൂനപക്ഷ മുസ്ലിം സമുദായങ്ങളെ സംരക്ഷിക്കണമെന്ന് ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനസിന്റെ പ്രസ് സെക്രട്ടറി അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നത്. ബംഗ്ലാദേശിന്റെ പരാമർശങ്ങൾ തള്ളിക്കളഞ്ഞ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അനാവശ്യമായ അഭിപ്രായങ്ങൾ പറയുന്നതിന് പകരം സ്വന്തം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശി പക്ഷം നടത്തിയ പരാമർശങ്ങൾ ഞങ്ങൾ നിരസിക്കുന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ തുടർച്ചയായ പീഡനങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കയുമായി സമാന്തരമായി വരാനുള്ള കാര്യങ്ങൾ മറച്ചുവെച്ചതും വഞ്ചനാപരമായ ശ്രമമാണിത് എന്നതാണ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരിക്കുന്നത്. അനാവശ്യമായ അഭിപ്രായങ്ങൾ പറയുന്നതിനും സദ്ഗുണ സൂചനകൾ ഏർപ്പെടുന്നതിനു പകരം ബംഗ്ലാദേശ് സ്വന്തം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ കഴിഞ്ഞ വർഷം പുറത്താക്കിയതിനു ശേഷം ബംഗ്ലാദേശിലെ സ്ഥിതി അസ്ഥിരമാണ്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും ന്യൂനപക്ഷങ്ങൾക്കും നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നിരവധി ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ഏകദേശം 200 ക്ഷേത്രങ്ങൾ നശിപ്പിക്കുകയും പുരോഹിതന്മാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും അവസ്ഥയെക്കുറിച്ച് ഇന്ത്യ വിവിധ നയതന്ത്ര തലങ്ങളിൽ പലപ്പോഴും ആശങ്കകൾ ഉന്നയിച്ചിട്ടുമുണ്ട്. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ള പീഡന ആരോപണങ്ങൾ ബംഗ്ലാദേശ് പലപ്പോഴും നിഷേധിക്കുകയാണ് ചെയ്തിരുന്നത്. എന്നിരുന്നാലും ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നതിനും മതപരമായ ഉത്സവ വേലകളിലെ ആക്രമണങ്ങളും ഉൾപ്പെടെയുള്ള സമീപകാല സംഭവങ്ങൾ മനുഷ്യാവകാശ ഗ്രൂപ്പുകളിൽ നിന്ന് പ്രവാസി സമൂഹത്തിൽ നിന്നും നിശിതമായ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയിട്ടുള്ളത്. രാജ്യത്ത് ആഭ്യന്തര കലാപം തുടങ്ങിയതോടെ തന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് 5-നായിരുന്നു പ്രധാനമന്ത്രി പദം ഉപേക്ഷിച്ചുകൊണ്ട് ഷെയ്ഖ് ഹസീന ധക്കയിൽ നിന്ന് പലായനം ചെയ്തതും. അങ്ങനെയാണ് അവർ ഇന്ത്യയിലേക്ക് എത്തുന്നതും. ഹസീനയെ വിട്ടുകൊടുക്കണമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇന്ത്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഹസീനയെ തിരികെ എത്തിക്കുമെന്നും ഇതിന് മുഖ്യ പരിഗണന നൽകുമെന്നും ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം ആവർത്തിച്ചു പറഞ്ഞിട്ടുമുണ്ട്. ബംഗ്ലാദേശിൽ നിന്നും കലാപത്തെ തുടർന്ന് പലായനം ചെയ്ത ഹസീന ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ തുടരുകയാണ്. ഹസീനയുടെ ഈ മുന്നറിയിപ്പ് അടിയന്തരമായി നിൽക്കുന്ന മുഹമ്മദ് യൂനസിനുള്ള കനത്ത മുന്നറിയിപ്പായിരുന്നു. ഷെയ്ഖ് ഹസീന തിരികെ എത്തുമെന്നത്. ഷെയ്ഖ് ഹസീനയുടെ തിരിച്ചുവരവ് പൂർവാധികം ശക്തിയോടുകൂടി തന്നെയായിരിക്കും. ബംഗ്ലാദേശിൽ ഹസീനയ്ക്കെതിരെ നടന്ന കൊടും ക്രൂരതയായിരുന്നു എന്നത് പറയാതെ വയ്യ. ബംഗ്ലാദേശിൽ സർക്കാരിനെതിരായ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നതിനിടയിലായിരുന്നു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അധികാരമൊഴിയാൻ സൈന്യം അന്ത്യശാസനം നൽകിയതിന് പിന്നാലെയായിരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും. അതുപോലെ 45 മിനിറ്റിനുള്ളിൽ രാജിവെക്കണമെന്ന് സൈന്യം പ്രധാനമന്ത്രിക്ക് അന്ത്യശാസനം നൽകിയതായും ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനിടയിലായിരുന്നു അവർ രാജ്യം വിട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നതും. അവർ ഒരു പ്രസംഗം റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ പോലും അതിനുള്ള അവസരം പോലും ലഭിച്ചില്ല എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ടായിരുന്നു. ഹസീനയുടെ രാജിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ തന്നെ അവരുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രക്ഷോഭകർ ഇരച്ചുകയറിയതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.